കോഞ്ചോയിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഓടി എത്തുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് LED ഫാക്ടറികളാണ്, ലൈറ്റിംഗ് ഫാക്ടറികളാണ്. അപ്പോൾ നമ്മളൊരു ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് കിട്ടി. നമ്മുടെ ടീമുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു ഉൽപ്പന്നം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ അറിയാൻ അതേ പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ ഇങ്ങനെ പുറത്തേക്കുണ്ട്. ഒരുപാട് കമ്പനികളാണ് ഇവിടെ. ഓരോ ബിൽഡിങ്ങിലും എത്രയോ കമ്പനികൾ. എനിവേ നമ്മൾ ഈ ഒരു കമ്പനിയിലേക്കാണ് കയറുന്നത്. പോയി നോക്കാം. സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ ഇറക്കുന്ന ലിഫ്റ്റാണ്. അതിലിപ്പോൾ ആൾക്കാർ ഒരു സംഖ്യ ആൾ കയറും. വിസിറ്റിന് വന്ന നമ്മളെയൊക്കെ ഇവരുടെ ഓഫീസിൽ വന്ന് നമ്മളെ ഇരുത്തിയിട്ട് ആദ്യം വെള്ളം വെച്ച് തന്നു. പിന്നെ കുറേ മിഠായികൾ, ബിസ്ക്കറ്റുകൾ, ഫ്രൂട്ട്, ഓറഞ്ച് ഇതെല്ലാം ടേബിളിൽ നിരത്തി നമ്മയൊക്കെ തീറ്റിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി, ഒരു ആതിഥ്യ മര്യാദയാണ് ഇവർ കാണിക്കുന്നത്. പ്രൊഡക്റ്റ് ഇവിടുന്ന് വാങ്ങണോ വാങ്ങണ്ടേ അന്നൊന്നുമില്ല. വീണ്ടും ഇത് റെഡ് ബുൾ ബോട്ടിലുമായിട്ട് വരുന്ന പടച്ചോനെ. താങ്ക് യു. എല്ലാവരും കൂടി ബോർഡ് എടുക്കണ തിരക്കിലാണ്. പാക്കിങ്ങിൻ്റെ അടുത്തേക്ക്, ഗോഡൗണിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നത് അല്ലേ. ഫുൾ പാക്കിങ്. ബൾബുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് എൻ്റെ PCB മാത്രം. ഒരു മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ പല രാജ്യത്തേക്ക് അയക്കുന്നു എന്നതിൻ്റെ കുറേ ഫ്ലാഗ് തെളിവാണ്. ഒരു ഗസ്റ്റ് വന്ന ഗസ്റ്റിനെ സ്വീകരിക്കുന്ന ഒരു ചായ ടേബിളാണിത്. എത്ര മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കങ്ങനെ ബോറടിക്കാതെ ഇരിക്കുക. ഇനി ചായയൊക്കെ ഇങ്ങനെ ഇവിടെ ചൈന ചായ ഉണ്ടാക്കിത്തരും. ബൂസ് അവിടെ ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ചായ വിളമ്പും. ഈ ചായ വിളമ്പി തരുന്നതിൻ്റെ ഏറ്റവും വലിയ മുതലാളി തന്നെയാണ്. അല്ലാതെ ഒരു സപ്ലയറോ പ്യൂണിനെ ക്ലർക്കിനെയൊന്നുമല്ല ചായ എടുത്തു തരാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുക. വലിയ ഇതിൻ്റെ ഓണർ, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തന്നെ അവിടെ വന്നിട്ട് നമുക്ക് ചായ എടുത്ത് തരുന്നതാണ് ഇവിടുത്തെ ഒരു ആതിഥ്യ മര്യാദ. പല മോഡലുകളും കാണാൻ വേണ്ടിയിട്ട് മുന്നിൽ തന്നെ വച്ചിട്ടുണ്ട്. ഇൻവേർട്ടർ ബൾബിൻ്റെ ഒരു സിമ്പിൾ ഫാന്. ഇത് സ്പീഡുണ്ട്. നമ്മൾ മൊബൈലിൽ ഇങ്ങനെ കാണുന്നത് സ്ലോ ആയിട്ടാണ്, സ്പീഡുണ്ട്. ഒരു BLDC മോട്ടോറാണ്, സിമ്പിൾ ഫാന്. ത്രെഡുള്ള ഒരു BLDC മോട്ടോർ. ഇത് കൊള്ളാം അല്ലേ. ചെറിയൊരു ഫാന്. വേറെ ഒരു ഫാനാണിത്. റീചാർജബിൾ ബാറ്ററി. പക്ഷേ ഇത് ഒരു ലൈറ്റുണ്ട്, ഇതിൽ ഫാനും ഉണ്ട്, റീചാർജബിൾ ബാറ്ററി. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ഡെക്കറേഷൻ ലൈറ്റ്. പക്ഷേ ആ ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല, അതിൻ്റെ മുൻപേ ഉള്ള ഓണാണിത്. ഇപ്പോൾ അത് സാധാ LED ആയി. അങ്ങനെ ഓരോരോ മോഡുകളാണ് അതിന്. അടിപൊളി. സീലിംഗ് ലൈറ്റിൽ LED ലൈറ്റ്. വിത്ത് ബാറ്ററി ഓർ വിത്തൗട്ട് ബാറ്ററി? വിത്ത് ബാറ്ററി? നോ ബാറ്ററി. ഇതിൻ്റെ ലൂമിനസ് ചെക്ക് ചെയ്യുന്ന ഒരു ലാബിലാണ് ഇപ്പോൾ ഞാൻ. ഒരു LED ബൾബിന് എത്രത്തോളം ബ്രൈറ്റ്നെസ് ഉണ്ട്, അത് എത്രത്തോളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് എന്ന് പരിശോധിക്കുന്ന ചൈനയിലെ ഒരു ലാബാണിത്. ഇതാണ് ആ ഒരു ബോക്സ്.
ആ എത്ര ഫാസ്റ്റായിട്ടാണ് ഇതിൻ്റെയൊക്കെ വർക്ക് അവർ ചെയ്യണത് അല്ലേ? PCBകൾ ഓരോരോ പവർ സപ്ലൈകൾ ഇതിന് തന്നെയല്ലേ മെയിൻ പണി മുടക്കുന്നത് അല്ലേ? അതെ അതെ. ബോർഡ് അല്ലേ? ബോർഡ് എത്ര മെഷീനറി ഉണ്ടെങ്കിലും LED ബൾബ് നിർമ്മാണങ്ങൾ കുറേയൊക്കെ മാനുവൽ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഇരുന്ന് വയറ് കുറക്കണ ലേബർ ചാർജ് അങ്ങനെ കയറും. ഇതൊരു മിനി കമ്പനിയാണ്. സോൾഡറിങ് ഇല്ല, പ്ലഗ് ആൻഡ് പ്ലേ ആണത്. അതിനകത്തേക്ക് അങ്ങനെ വയർ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്പെയർ പാർട്സ് ഇതുപോലെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് നമുക്ക് നാട്ടിൽ നമ്മുടെ ബ്രാൻഡിൽ ഇറക്കാം. LED ബൾബുകൾ ഇറക്കാം. ഒന്നിച്ചുള്ള ഇതൊക്കെ ഗൾഫ് മോഡൽ, വിദേശത്തേക്കുള്ള, ഇന്ത്യൻ്റെ അല്ല. എന്താ എവിടെ സ്റ്റക്കായി പോയാ? അതെ യെസ് യെസ്. ഇവിടെ എന്താ ചെയ്യണത്? കണക്ട് ചെയ്യണമല്ലോ. അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഫിറ്റ് ചെയ്യണം. പക്ഷെ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അങ്ങനെ കട്ട് ചെയ്ത് ഇത് പ്ലഗ് ചെയ്യുന്നത് നേരെ ഇൻസേർട്ട്, സോൾഡർ ചെയ്യണ്ട. എന്താ സമയം എടുക്കുകയും ചെയ്യും. ഒരു നിർമ്മാണ കമ്പനിയുടെ ഒരു മോഡൽ ഓഫീസ്. എല്ലാ മോഡലുകളും ഇങ്ങനെ നിലത്തും പലയിടത്തുമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വേണ്ടത് ചൂസ് ചെയ്യാം, പ്രൈസ് ചോദിക്കാം. അപ്പോൾ ഒരു LED ലൈറ്റ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. ഞങ്ങളുടെ രണ്ടാമത്തെ ചൈന ട്രിപ്പിലെ ആളുകളാണ്. നമ്മൾ ഈ ഫാക്ടറി ഒക്കെ കണ്ടു. ഇനി അടുത്തൊരു ഫാക്ടറി കാണാൻ വേണ്ടിയിട്ട് പോകണം. മുതലാളി ബോസ് ഇതാണ്, നമ്മുടെ മുതലാളി ബോസ് ഇതാണ്. അടുത്തൊരു വെൽക്കം ടു ചൈന. നമ്മുടെ അടുത്തൊരു ഫാക്ടറി കൂടെ കാണാൻ പോകണം.